യൂസുഫ് അലി പറഞ്ഞ പോലെ ബിസിനസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മണി, പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിൾ. യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് സിംഗിൾ ഇൻഡിവിജ്വൽ മാറ്റേഴ്സ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് D2C സീരീസ് ബൈ ദ ഇകോം ഷോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് ഓൺ വെബ്സൈറ്റ് എന്ന ചാനലിനെ കുറിച്ചാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാൻ പോണത് മോഡേൺ ട്രേഡ് അല്ലെങ്കിൽ MT എന്ന് പറയുന്ന ചാനലിനെ കുറിച്ചാണ്. നിങ്ങളൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ് സെല്ലിങ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു ചാനലാണ് MT അല്ലെങ്കിൽ മോഡേൺ ട്രേഡ്. ലുലു, നെസ്റ്റോ, ഡിമാർട്ട്, റിലയൻസ് സ്മാർട്ട് ഇങ്ങനത്തെ ലാർജ് ഹൈപ്പർ മാർക്കറ്റ് ചെയിൻസ് ആണ് ആക്ച്വലി മോഡേൺ ട്രേഡ് എന്നുള്ള ചാനൽ കാറ്റഗറിയിൽ വരിക. ഇവിടെ നിങ്ങൾ വിചാരിച്ച പോലെ ചുമ്മാ അങ്ങോട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഔട്ട് സംഭവിക്കില്ല. ദാറ്റ്സ് എ റോങ് നോഷൻ ദാറ്റ് വൺസ് യു ഗെറ്റ് ലിസ്റ്റഡ് എല്ലാമായി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇവിടെ നിങ്ങൾക്ക് വിൻ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ഗെയിം ഓഫ് മാർജിൻസ്, മെർച്ചൻഡൈസിങ്, നെഗോസിയേഷൻസ് ആൻഡ് എക്സിക്യൂഷൻ. വൈ മോഡേൺ ട്രേഡ് മാറ്റേഴ്സ്? മോഡേൺ ട്രേഡിന് 15-25% ഓഫ് യുവർ ടോട്ടൽ സെയിൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഏതൊക്കെ കാറ്റഗറീസിൽ? പ്രീമിയം പ്രൈസ് കാറ്റഗറീസ് ലൈക്ക് കോസ്മെറ്റിക്സ്, ഹോം അപ്ലയൻസസ്, പാക്കേജ്ഡ് ഫുഡ്സ്. ഇതിന് വൺ ഓഫ് ദ എക്സാമ്പിൾസ് ഫ്രം കേരള ഈസ് നാച്ചുറൽ കോക്കനട്ട് ഡ്രിങ്ക് ലൈക്ക് കരിക്ക്. അവരതൊക്കെ 20-25% ഓഫ് ദ ടോട്ടൽ സെയിൽസ് ഈസ് കമ്മിങ് ഫ്രം മോഡേൺ ട്രേഡ്സ് ലൈക്ക് ലുലു, നെസ്റ്റോ, ഡിമാർട്ട്, റിലയൻസ് എക്സെട്ര. ഈ മോഡേൺ ട്രേഡിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് വിസിബിലിറ്റിയാണ്. ഒരു കസ്റ്റമർ മോഡേൺ ട്രേഡ് ഔട്ട്ലെറ്റ് പോലെ ലുലു അല്ലെങ്കിൽ നെസ്റ്റോ പോലത്തെ മോഡേൺ ട്രേഡ് ഔട്ട്ലെറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഷെൽഫിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ദാറ്റ് ഗീവ്സ് യു മച്ച് വിസിബിലിറ്റി. പ്ലസ് അതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനും വളരെ എസെൻഷ്യലാണ്. ഈ മോഡേൺ ട്രേഡിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറൊരു കാര്യം കൂടി സംഭവിക്കും. ഇറ്റ് ബിക്കംസ് ആൻ ആസ്പിറേഷണൽ ബ്രാൻഡ്. കാരണം നിങ്ങൾ ലിസ്റ്റ് ചെയ്തത് വൺ ഓഫ് ദ ടോപ്പ് റേറ്റഡ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്രീമിയം ഔട്ട്ലെറ്റ് സ്പേസിലായതുകൊണ്ട് തന്നെ ദാറ്റ് ഗിവ്സ് യുവർ ബ്രാൻഡ് ആൻഡ് ആസ്പിറേഷണൽ ചോയ്സ്. അതായത് ആ ബ്രാൻഡ് അവിടെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ദിസ് ഇസ് സംതിങ് വിച്ച് ഐ വാണ്ട് ടു ബൈ ടു എന്ന് കസ്റ്റമേഴ്സിന് തോന്നി തുടങ്ങും. ഇനി വെൻ ടു എൻ്റർ മോഡേൺ ട്രേഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണല്ലോ. നമ്മൾ ഏത് ചാനൽ എൻ്റർ ചെയ്യുമ്പോഴും അത് വളരെ സ്ട്രാറ്റജിക്കലി ടൈം ചെയ്യണം. നമ്മളൊരു അനുഭവത്തിൽ നിങ്ങൾ PPCMF വേറൊരു ചാനലിൽ അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ മോഡേൺ ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് മോഡേൺ ട്രേഡ് എൻ്റർ ചെയ്യാൻ ജനറലി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ജനറലി പ്രൊഡക്റ്റ് പ്രൈസ് ചാനൽ മാർക്കറ്റ് ഫിറ്റ് നിങ്ങൾ ഓൺ വെബ്സൈറ്റിലോ മാർക്കറ്റ് പ്ലേസിലോ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ പുൾ ഉണ്ടാവില്ല. കസ്റ്റമർ പുൾ എന്നൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ ചോദിച്ചു വരില്ല. കസ്റ്റമർ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മോഡേൺ ട്രേഡിൽ വിൽക്കാൻ കഴിയുള്ളൂ. അതർവൈസ് യു വിൽ ബി സ്പെൻഡിങ് യുവർ മണി ഫോർ നത്തിങ്. ഇനി കസ്റ്റമർ പുള്ളില്ലെങ്കിൽ മോഡേൺ ട്രേഡ് പെട്ടെന്ന് തന്നെ നിങ്ങളെ പ്രൊഡക്റ്റിന്റെ എല്ലാ വീക്ക്നെസ്സുകളും എക്സ്പോസ് ചെയ്യും. സോ മേക്ക് ഷുവർ യു ഹാവ് അച്ചീവ്ഡ് PPCMF ഓൺ ആൻഡ് ഓൺ വെബ്സൈറ്റ് or marketplace before you enter into modern trade. ഇനി നിങ്ങൾ മോഡേൺ ട്രേഡ് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ലിസ്റ്റിംഗ് ബഡ്ജറ്റും ആക്ടിവേഷൻ ബഡ്ജറ്റ്സും പ്രൊമോഷൻ ചെയ്യാനുള്ള ബഡ്ജറ്റ്സും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ബിക്കോസ് ഏത് മോഡേൺ ട്രേഡ് ആണെങ്കിലും ജനറലി ദർ ഈസ് എ ഹൈ ലിസ്റ്റിംഗ് ഫീ. പ്ലസ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്തതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അവിടെ ഒരാൾ നിന്ന് അത് പ്രൊമോട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സെയിൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിന് എപ്പോഴും ഒരു ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ട്. ഈ ഫിക്സഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ഡസൻ മേക്ക് ടു ഓപ്പറേറ്റ് ഓൺ മോഡേൺ ട്രേഡ്. ഇതൊക്കെ പറയുമ്പോഴും മോഡേൺ ട്രേഡിൽ ആദ്യം തന്നെ ലോഞ്ച് ചെയ്ത് വിജയിച്ച ഒരു മാഫിയ മെമ്പർ നമ്മളെ കൂടെ ഉണ്ട്, നഹാസ് ഓഫ് ക്രംബറി. നഹാസ് ആദ്യമായിട്ട് അവൻ്റെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കേർഡ് പ്രൊഡക്റ്റ് സെൽ ചെയ്തത് കൊച്ചി ലുലുവിലാണ്. പക്ഷെ അന്ന് അത് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹി ഗോട്ട് എ വെരി ഹെവി ഡിസ്കൗണ്ട് ഓൺ ലിസ്റ്റിംഗ് ഫീസ്. പക്ഷെ രണ്ടാമത് സെയിൽസ് പ്രൊമോട്ടറെ വെക്കാനുള്ള പൈസയും കൂടി വേണ്ടേ?
നഹാസ് എന്ത് ചെയ്തു? നഹാസ് തന്നെ നിന്ന് വിറ്റു ഫോർ എ ഫ്യൂ വീക്സ് ഓർ എ കപ്പിൾ ഓഫ് മന്ത്സ് ഐ ഗസ്. എന്നിട്ട് അതിന് മാക്സിമം കസ്റ്റമർ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി റിപ്പീറ്റ് പർച്ചേസ് വരുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നഹാസ് ബാക്കിയുള്ള സെയിൽസ് പ്രൊമോട്ടർ ഹയർ ചെയ്ത് അവിടെ നിർത്തിയത്. സോ ഇതൊക്കെ പറയുമ്പോഴും ഓൾവേസ് ദർ ഇസ് അനദർ വേ ഔട്ട്. അത് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമല്ല, അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾ നമുക്ക് പറഞ്ഞുതരാം, നോ ഐ ഹാവ് വർക്ക്ഡ് ഔട്ട് ദിസ് വേ. അത് ചിലപ്പം ജനറൽ ട്രേഡിൽ ഫസ്റ്റ് പോയവർ വിജയിച്ചിട്ടുണ്ടാവും, മോഡേൺ ട്രേഡിൽ ഫസ്റ്റ് പോയവർ വിജയിച്ചിട്ടുണ്ടാവും. പക്ഷേ ജനറലി നമുക്ക് ഡിജിറ്റൽ ഫസ്റ്റ് ബ്രാൻഡ് ആകുമ്പോൾ നിങ്ങൾ ഓൺ വെബ്സൈറ്റും മാർക്കറ്റ് പ്ലേസും വിജയിച്ചതിന് ശേഷമേ ജനറൽ ട്രേഡ് ഓർ മോഡേൺ ട്രേഡ് നോക്കാവുള്ളൂ എന്നുള്ളതാണ് നമ്മളെ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് മോഡേൺ ട്രേഡ് എക്സാക്ട്ലി വർക്ക് ചെയ്യുന്നതിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ദർ ആർ 2 levels where you need to give absolute focus. ഒന്ന് സെൻട്രൽ ലെവൽ, 2 ഇറ്റ് ഈസ് സ്റ്റോർ ലെവൽ. മോഡേൺ ട്രേഡിലുള്ള എല്ലാ തരം ബ്രാൻഡ്സിനും ഒരു സെൻട്രൽ ടീം ഉണ്ടാവും. ഈ സെൻട്രൽ ടീമാണ് തീരുമാനിക്കുക ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ലിസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റോഴ്സിലാണ് ഇത് റോൾ ഔട്ട് ചെയ്യേണ്ടത്. ആൻഡ് ദേ ആൾസോ ഡിസൈഡ് ഓൺ വാട്ട് ആർ ദ ടേംസ് ഓഫ് ദ ട്രേഡ്, മാർജിൻസും കാര്യങ്ങളും ഒക്കെ ഈ സെൻട്രൽ ടീമാണ് ഡിസ്കസ് ചെയ്യുക. ഈ സെൻട്രൽ ടീമിൽ തന്നെ ദർ ബി കാറ്റഗറി മാനേജേഴ്സ്. അവരെ ജോലി എന്താ? അവരെ കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് മാക്സിമം സെല് ചെയ്യുക. ആൻഡ് ദേ വിൽ ബി ഓൾവേസ് ലുക്കിംഗ് അറ്റ് ഒരു സ്ക്വയർ ഫീറ്റ് നമുക്ക് എങ്ങനെ മാക്സിമം സെയിൽസ് ഉണ്ടാക്കാം, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാം, മാക്സിമം ടൈംസ് ഒരേ പ്രൊഡക്റ്റ് എങ്ങനെ സെല് ചെയ്യാം. ബിക്കോസ് ദ മോർ യു സെൽ ദ മോർ ദ പ്രോഫിറ്റ്സ്. പിന്നെ നമ്മുടെ ബ്രാൻഡിന്റെ സൈഡിന് ഒരാളും വേണം, വിച്ച് ഇസ് നോർമലി കോൾഡ് ആസ് കീ അക്കൗണ്ട് മാനേജർ. ഇതൊക്കെ കീ അക്കൗണ്ട്സ്. ദീസ് ആർ ഓൾ ലാർജ് ഹൈപ്പർ മാർക്കറ്റ് ചെയിൻസ്. സോ കീ അക്കൗണ്ട് മാനേജേഴ്സ് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് മാക്സിമം ഇവിടെ സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ബെസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള ഒരേ ഒരു ഹാക്കേ ഉള്ളൂ. അവരെ ഈ കൊല്ലത്തേക്കില്ലേ ഗോൾ എന്താ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മളെ ബ്രാൻഡിന്റെ പൊസിഷനിങ് ചെയ്യുക. സോ ഇറ്റ് ഈസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഹോൾഡ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദീസ് കാറ്റഗറി മാനേജേഴ്സ്. ഇനി നമുക്ക് എങ്ങനെ ഈ കാറ്റഗറി മാനേജേഴ്സിനോട് നെഗോഷിയേറ്റ് ചെയ്യാം? വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ഈസ് ഷോ ദം യുവർ റിവ്യൂസ്. നിങ്ങൾക്ക് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസസിൽ എത്രത്തോളം കസ്റ്റമർ റിവ്യൂസ് വരുന്നുണ്ട്. 2, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് വോളിയം കാണിക്കാം, ബിക്കോസ് ദാറ്റ് ഷോസ് സ്ട്രോങ് കസ്റ്റമർ പുൾ. ഇനി നിങ്ങളെ പ്രൊഡക്റ്റിന് ഏവറേജ് സെല്ലിംഗ് പ്രൈസ് ഭയങ്കര ഹൈ ആണെങ്കിൽ ദാറ്റ് ഈസ് ആൾസോ എ ലിവർ വിച്ച് വിൽ ബി ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ദ കാറ്റഗറി മാനേജേഴ്സ്. കാരണം അൾട്ടിമേറ്റ്ലി അവർക്കും ഓരോ സ്ക്വയർ ഫീറ്റിലും വിൽക്കുന്ന സാധനങ്ങൾ മാക്സിമം പ്രൈസിന് വിറ്റ് കഴിഞ്ഞാലാണ് മാക്സിമം പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുക. ഇനിയും ഒരു സാധനമുണ്ട്. ഇഫ് യു ആർ ഡൂയിങ് ATL ക്യാമ്പയിൻസ്, അതായത് നിങ്ങൾ ഹോർഡിങ്സോ അല്ലെങ്കിൽ TV-യിലോ അല്ലെങ്കിൽ ലാർജ് ലെവൽ ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൾസോ സംതിങ് വിച്ച് യു ക്യാൻ പ്രൊജക്ട് ടു ദം. ബിക്കോസ് അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇത്രയും കൂടുതൽ അഡ്വർടൈസിംഗിൽ ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഈസ് ഗോയിങ് ടു ബി മോർ സെയിൽസ് വിത്ത് ലെസ് എഫേർട്ട്. നിങ്ങൾ എപ്പോഴും വളരെ വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഈ MTക്ക് നിങ്ങൾ കൊടുക്കുന്ന മാർജിൻസ്. അവിടെ നിങ്ങൾക്ക് ഈവൻ ലിസ്റ്റിംഗ് ഫീസ് കൂടിയാലോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന് വെക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ അതർ ടൈപ്പ് ഓഫ് ആക്ടിവേഷൻ ക്യാമ്പയിൻസിന് കൂടുതൽ സ്പെൻഡ് ചെയ്താലും പ്രശ്നമില്ല. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഡു ആൻ ഒപ്റ്റിമൽ മാർജിൻ ഫോർ MT ഓൺ എ ലോങ് ടേം ബേസിസ്. കാരണം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡിന്റെ പുള്ളു കൂടും. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ആക്ടിവേഷൻ ക്യാമ്പയിൻസ് ഒക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ മാർജിൻസ് വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കൊണ്ടുവരിക പറഞ്ഞാൽ ഈസി അല്ല. സോ മേക്ക് ഷുവർ ദാറ്റ് യു ടോക്ക് ടു എ ലോട്ട് ഓഫ് അതർ ബ്രാൻഡ് ഓണേഴ്സ് ബിഫോർ യു സെറ്റ് ദ മാർജിൻസ് ഫോർ ദീസ് മോഡേൺ ട്രേഡ് ഔട്ട്ലെറ്റ്സ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റോർ ലെവലിൽ വർക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ മാർജിൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സെൻട്രൽ ലെവലിലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 കണക്കിന് ഔട്ട്ലെറ്റ്സ് ഈ ബ്രാൻഡ്സിന് ഒക്കെ ഉണ്ടാവും. സോ അറ്റ് എ സ്റ്റോർ ലെവൽ ദിസ് ഈസ് എ വെരി ഡിഫറെൻറ്റ് സ്റ്റോറി. ഇതിൽ ഓരോ സ്റ്റോറിൻ്റെ സൈസും ലൊക്കാലിറ്റിയും ഫുട്ഫോളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓരോ സ്റ്റോറിലുള്ള ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറിലുള്ള സ്റ്റോർ മാനേജർ. കാരണം സ്റ്റോർ മാനേജർ എപ്പോഴും എന്താ നോക്കുക,
എനിക്ക് മാക്സിമം ടോപ്പ് ലൈൻ സെയിൽസ് വേണം, മാക്സിമം ബോട്ടം ലൈൻ പ്രോഫിറ്റ്സ് വേണം. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു അലൈൻ വിത്ത് ദ ഗോൾസ് ഓഫ് ദ സ്റ്റോർ മാനേജർ ആൾസോ. നിങ്ങളുടെ ബ്രാൻഡിന്റെ സൈഡിന് ഇവിടുന്ന് ആക്ച്വലി ഉണ്ടാവുക ഒരു ഏരിയ മാനേജർക്കും. ഏരിയ മാനേജേഴ്സ് എപ്പോഴും സ്റ്റോഴ്സ് വിസിറ്റ് ചെയ്യണം അറ്റ് റെഗുലർ ഇന്റർവെൽസ്. അവരെ മെയിൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോർസിൽ നമ്മൾ സാധനം വെച്ചിട്ടുണ്ട്, ഈ സാധനം വിറ്റ് പോകണം. അതിന് 2 ലിവേഴ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റോർ ഡിസ്പ്ലേ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സ്റ്റോർ പ്രൊമോട്ടേഴ്സ്. നല്ല ഡിസ്പ്ലേക്ക് പുറമെ പ്രൊമോട്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ്. ഇഫ് ഇറ്റ് ഈസ് എ ഹൈ ഫുട്ഫോൾ കൗണ്ടർ, ബാക്കിയുള്ള ബ്രാൻഡുകൾ ഓൾറെഡി പ്രൊമോട്ടേഴ്സിനെ വെച്ചിട്ട് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ it becomes very crucial that you will also need a promoter for your brand. പ്രൊമോട്ടേഴ്സ് ഇല്ലാണ്ട് ചിലപ്പോൾ ആ ബ്രാൻഡ് സെൽ ഔട്ട് ആയിക്കൊള്ളണം എന്നില്ല. നിങ്ങൾക്ക് റൈറ്റ് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ എപ്പോഴും അവിടുത്തെ സ്റ്റോക്ക് ഡാറ്റയും സെൽ ഔട്ട് ഡാറ്റയും തമ്മിൽ എപ്പോഴും മാച്ച് ചെയ്ത് നോക്കുക. ഇത് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സെനാരിയോ കിട്ടും ആ സ്റ്റോറിലുള്ള, സോ ദാറ്റ് യു ക്യാൻ ടേക്ക് ഡിസിഷൻസ് മച്ച് ഫാസ്റ്റർ and the right decisions. ഇനി MTയിൽ 4R ഫ്രെയിംവർക്ക് എന്താ നോക്കാം. റേഞ്ച്, റേറ്റ്സ്, റിട്ടേൺസ് ആൻഡ് റീറ്റെയിൽ എക്സിക്യൂഷൻ. വാട്ട് ഈസ് റേഞ്ച്? റേഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പലതരം പ്രൊഡക്ട്സ് ഉണ്ടാവും, പക്ഷേ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പ്രൊഡക്ട്സ് ആയിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഷെൽഫ് സ്പേസ് ഒക്യുപ്പൈ ചെയ്യേണ്ടത്. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് വിൽ ഗിവ് യു മാക്സിമം വിസിബിലിറ്റി ടു. നിങ്ങൾ MTക്ക് കൊടുക്കുന്ന റേറ്റ്സ് അല്ലെങ്കിൽ മാർജിൻ വളരെ കെയർഫുൾ ആയിരിക്കണം. മാർജിൻ ആദ്യത്തിൽ നമുക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാം, ലേറ്റർ നമുക്ക് ഡിക്രീസ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. ദാറ്റ് വിൽ ബി എ അപ്ഹിൽ ബാറ്റിൽ. സോ എപ്പോഴും മാർജിൻസ് വളരെ ഒപ്റ്റിമൈസ് ചെയ്ത് നിങ്ങളെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരും കൂടി ഡിസ്കസ് ചെയ്തിട്ടേ മാർജിൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് കൂടുതൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ മാർജിൻസ് കുറയ്ക്കാൻ ഭയങ്കര ടഫായിരിക്കും. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. നിങ്ങളെ ഫിൽ റേറ്റ്, അതായത് വീണ്ടും വീണ്ടും റിപ്ലനിഷ് ചെയ്യുന്ന റേറ്റും സ്റ്റോക്കിൻ്റെ ഏജിങ്ങും എല്ലാ വീക്കും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക, ഓർ എൽസ് യു ആർ ഗോയിങ് ടു ഇൻകർ ഹ്യൂജ് ലോസസ്. ഇനി 4ാമത്തെ ഫാക്ടറാണ് റീറ്റെയിൽ എക്സിക്യൂഷൻ. നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക യു ഹാവ് ദ ബെസ്റ്റ് വിസിബിലിറ്റി. അവിടെ എന്ത് ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക ആൻഡ് ബ്രിങ് ഇന്നോവേഷൻസ് ഇൻ ഡൂയിങ് ദ റൈറ്റ് ഡിസ്പ്ലേ. 2ാമത്തത് നിങ്ങൾ ബെസ്റ്റ് പ്രൊമോട്ടേഴ്സിനെ പ്ലേസ് ചെയ്യുക ആൻഡ് give them achievable targets as well as incentives aligned to what they do. അതിന് നിങ്ങളെ സെയിൽസ് ടീം എപ്പോഴും റെഗുലർ ഇൻ്റർവെൽസിൽ ഈ പ്രൊമോട്ടേഴ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ പ്രൊമോട്ടേഴ്സിന് അച്ചീവബിൾ ടാർഗറ്റ്സ് അല്ല നിങ്ങൾ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ മേ റിസൈൻ ആൻഡ് ഇറ്റ് ബിക്കംസ് എ വെരി വിഷ്യസ് സൈക്കിൾ. ആൾക്കാർ വരും, ആൾക്കാർ പോകും, ആൾക്കാർ വരും, ആൾക്കാർ പോകും, വിച്ച് വിൽ എഫക്ട് യുവർ ബ്രാൻഡ് വെരി ബാഡ്ലി. സോ മേക്ക് ഷുവർ ദാറ്റ് എവ്രിതിങ് ഈസ് റൈറ്റ്ലി അലൈൻ. ഇനി നമുക്ക് എങ്ങനെ MT എന്നുള്ള ചാനലിൽ സക്സസ് മെഷർ ചെയ്യാം? ദർ ആർ 4 മെട്രിക്സ് വിച്ച് യു ക്യാൻ മെഷർ. 1 ഓഫ് ടേക്ക്, 2 ഫിൽ റേറ്റ്, 3 സ്റ്റോക്ക് ഏജിംഗ് റിപ്പോർട്ട്, 4 ഷെയർ ഓഫ് ഷെൽഫ്. എന്താണ് ഓഫ് ടേക്ക്? ഓഫ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ്സ് ദ ടോട്ടൽ സെയിൽസ് ദാറ്റ് ഹാപ്പൻസ് ടു ദ കസ്റ്റമർ. അതായത് നമ്മളെ ഇവിടെ അല്ല കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റ് ചെയിൻസ് ആണ്. പക്ഷെ ഹൈപ്പർ മാർക്കറ്റ് ചെയിൻസ് നമ്മളെ പ്രൊഡക്റ്റ് വെച്ചതുകൊണ്ട് കാര്യമില്ല. ബിക്കോസ് അവിടുന്ന് അത് വിറ്റ് പോയിട്ടില്ലെങ്കിൽ യു എൻഡ് അപ്പ് ഹാവിങ് നോ സെയിൽസ്. അപ്പോൾ അത് വീക്ക്ലിയും മന്ത്ലിയും മോണിറ്റർ ചെയ്യാം. 2 ഫിൽ റേറ്റ്, അതായത് നമ്മുടെ പ്രൊഡക്ട്സ് വിറ്റ് പോണതിനനുസരിച്ച് നമ്മൾ വീണ്ടും റിപ്ലനിഷ് ചെയ്യുന്നുണ്ടോ, ഇത് എപ്പോഴും മോണിറ്റർ ചെയ്യണം. സോ ദാറ്റ് വി ഡോണ്ട് ലൂസ് എനി സെയിൽസ് ബിക്കോസ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയി എന്നുള്ള സിറ്റുവേഷൻ കാരണം. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഓൾവേസ് സ്റ്റോക്ക്ഡ് ഇൻ റൈറ്റ്ലി. 3 സ്റ്റോക്ക് ഏജിങ്. എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന്റെ അപ്പുറത്ത് ആ സ്റ്റോക്ക് അവിടെ കിടക്കുന്നില്ല എന്ന്. ഇഫ് ഇറ്റ് ഈസ് അബോവ് 45 days യു ജനറലി നീഡ് ടു ടേക്ക് ആക്ഷൻ. 4 എപ്പോഴും നിങ്ങൾക്ക് ഷെൽഫ് സ്പേസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് ഗെറ്റിംഗ് റീപ്ലേസ്ഡ് ബൈ യുവർ കോമ്പറ്റിറ്റർ. ഇനി ജനറലി നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് നോക്കാം. 3 മിസ്റ്റേക്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പിറ്റ്ഫോൾ, ഇറ്റ്സ് എ മാർജിൻ ട്രാപ്പ്. സെക്കൻഡ്, എക്സിക്യൂഷൻ ബ്ലൈൻഡ്നെസ്. തേർഡ്, പേയ്മെന്റ് ഡിലേസ്. മാർജിൻ ട്രാപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടുതൽ സെയിൽസ് കൊണ്ടുവരാൻ കൂടുതൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും?
കുറേ പ്രൊഡക്ട്സ് വിൽക്കും, പക്ഷേ മാർജിൻസ് മേ ബി വെരി സ്ക്യൂസ്ഡ് ആൻഡ് വി എൻഡ് അപ്പ് മേക്കിംഗ് എ ലോസ് ഓൺ ഈച്ച് സെയിൽ. അപ്പോൾ ഇത് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക യു ആർ ഡൂയിങ് ഇറ്റ് ഒപ്റ്റിമലി. രണ്ടാമത്തത് എക്സിക്യൂഷൻ ബ്ലൈൻഡ്നെസ് ആണ്. നമ്മളിപ്പോൾ 10, 20, 30 ഔട്ട്ലെറ്റ് നമ്മളെ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടോ, പക്ഷേ യു ഓൾവേസ് നീഡ് ടു മോണിറ്റർ അറ്റ് ഈച്ച് സ്റ്റോർ ലെവൽ. നമ്മൾ സെൻട്രൽ ലെവലിലല്ല മോണിറ്റർ ചെയ്യേണ്ടത്, ഓരോ സ്റ്റോറിലും കറക്റ്റായിട്ട് പ്രൊഡക്ട്സ് സെൽ ഔട്ട് ചെയ്യുന്നുണ്ട് ഉറപ്പ് വരുത്തണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, MT എന്നുള്ള ചാനൽ എപ്പോഴും വർക്ക് ചെയ്യുക ക്രെഡിറ്റ്സിലായിരിക്കും. സോ യുവർ മണി വിൽ ഓൾവേസ് ഗെറ്റ് ബ്ലോക്ക്ഡ്. അപ്പോൾ എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ 60 to 90 days ബ്ലോക്ക് ആവുന്നത് കണ്ടിട്ട് തന്നെ ബിസിനസ് ചെയ്യുക. ആസ് വെൽ ആസ് മേക്ക് ഷുവർ ദാറ്റ് യു കളക്ട് ദീസ് പേയ്മെൻറ്റ്സ് ഓൺ ടൈം. പേയ്മെൻറ്റ്സ് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് എൻഡ്സ് അപ്പ് ഡിസ്ട്രോയിങ് യുവർ ബ്രാൻഡ്. കാരണം സമയത്ത് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അഗെയിൻ ദർ ഇസ് എ പ്രോബ്ലം. മോഡേൺ ട്രേഡ് ഒരു കുട്ടിക്കളിയല്ല. ഇതിന് ഷാർപ്പ് പ്രൈസിങ്ങും ബെസ്റ്റ് എക്സിക്യൂഷനും കോൺസ്റ്റന്റ് മോണിറ്ററിങ്ങും വേണ്ട ഒരു ചാനലാണെന്നുള്ളത് വളരെ ക്ലിയർ ആക്കി മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾക്ക് വേറെ സ്കെയിലിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ മോഡേൺ ട്രേഡ് എന്നുള്ള ചാനലിൽ എൻ്റർ ചെയ്തേ പറ്റുള്ളൂ ആൻഡ് യു വിൽ ഹാവ് ടു ഗെറ്റ് ഇറ്റ് റൈറ്റ്. സോ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? MTയിൽ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് പ്രൈസ് ചാനൽ മാർക്കറ്റ് ഫിറ്റ് ആൻഡ് സ്ട്രോങ് കസ്റ്റമർ പുൾ ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യുന്നതാണ് ബെസ്റ്റ്. രണ്ടാമത്തത്, എപ്പോഴും മാർജിൻസ് കറക്റ്റായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. സ്റ്റോറിൽ ഡിസ്പ്ലേ ചെയ്യാമോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് വിസിബിലിറ്റി. 4, എപ്പോഴും സ്റ്റോർ ലെവൽ മെട്രിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ ഉള്ള സെൽ ഔട്ടും ഫിൽ റേറ്റും ഒക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. 5ാമത്തെ പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഇനഫ് വർക്കിംഗ് ക്യാപിറ്റൽ 60 to 90 days at a minimum and make sure the payments are collected on time. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഗീവ്സ് us എനർജി ടു ഡു മോർ ഓഫ് ദീസ് ചാപ്റ്റേഴ്സ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ഫീഡ്ബാക്കോ കമൻസോ അല്ലെങ്കിൽ ഇനി അടുത്ത ചാപ്റ്റേഴ്സ് എന്തിൻ്റെ മുകളിലായിരിക്കണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു മേക്ക് ഷുവർ യു കമൻറ്റ്. ആൻഡ് അണ്ടിൽ വി മീറ്റ് അഗെയിൻ, താങ്ക് യു ഫോർ വാച്ചിങ്.